ലാലേട്ടന്റെ കൂടെ നിൽക്കുമ്പോ അങ്ങനെ ടെൻഷൻ ആവില്ല നമുക്ക്. പുള്ളി ആണ്. അങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു പ്രകൃതമല്ല. ഉം. വളരെ കൂളായിട്ട് വളരെ കൂളായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ തെറ്റിയാ പോലും പുള്ളി അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവോ അങ്ങനെയൊന്നുമില്ല. ഉം. തമാശയൊക്കെ പറഞ്ഞ് അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. തോന്നിയിട്ടില്ല. ആ. ഭയങ്കര ഒരു ആ. എക്സൈറ്റ്മെന്റ് മാത്രം. ഉം. അല്ലേ? ഉം. അപ്പോൾ അന്ന് ആ പ്രൊജക്റ്റിലേക്ക് അഭിനയിക്കാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ആക്സിഡന്റ് വന്നു. ഉം. മഞ്ജുവിന് അഭിനയിക്കാൻ പറ്റില്ല എന്ന് എന്നൊക്കെ ഒരു ഇത് വന്നു. വിചാരിച്ചിരുന്നു. ആ. എന്നിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തത്. പക്ഷെ അത് പ്ലാസ്റ്റിക് സർജറി ഈ പറഞ്ഞ പോലെ ആ സ്റ്റിച്ച് ഇടാൻ പ്ലാസ്റ്റിക് സർജറിയിലൂടെ സ്റ്റിച്ച് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഓ. അല്ലെങ്കിൽ ഈ വശം ഇങ്ങനെ ചെറുതായി പോകുന്നു. ആ. ഇവിടെ ഫുള്ള് ഇങ്ങനെ സ്ക്രാച്ച് ആയി കണ്ണൊരെണ്ണം ചെറുതായി പോകും. ഓ. കണ്ണിന്റെ ഇവിടം വരെ കീറിപ്പോയി. അപ്പൊ അത് നോർമൽ സ്റ്റിച്ച് ഇട്ട് ഇങ്ങനെയായി പോയില്ലേ. ഓ. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പ്ലാസ്റ്റിക് സർജറിയിലോട്ട് പോയത്. ഓക്കെ. പക്ഷെ ഇവിടേക്ക് എപ്പോഴും അതിന്റെ പാടുണ്ട്. ബൈക്ക് എന്തായിരുന്നു? ആ ബൈക്ക് ബൈക്കിന് ആക്സിഡന്റ് വീണതാ. അല്ലേ? ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം ആ ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ലാലേട്ടന്റെ കൂടെയൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയണത് അല്ലേ? ഉം. അപ്പോൾ അപകടം വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ എനിക്ക് എൻ്റെ ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുവോ ഞാൻ. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. ഹോസ്പിറ്റലിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ച് ഓർത്തത്. ആ. അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എനിക്കത് പറ്റൂന്ന് തോന്നുന്നില്ല എന്ന്. അയ്യോ, പക്ഷെ എന്തൊരു വേദനയോടെ മഞ്ജു അത് വിഷമായിരുന്നു. പറഞ്ഞിട്ടുണ്ടാവുക.